ഈ ആറാട്ടണ്ണനുമായിട്ട് കഴിഞ്ഞ ദിവസം തിയേറ്ററിലൊരു കച്ചറ ഉണ്ടായില്ലേ? ആ പയ്യനെ പിന്നെ പിടിച്ച് മാപ്പ് പറയിക്കുന്ന സീനൊക്കെ ഉണ്ടായി. ആറാട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ അവനെ വിളിച്ചു വരുത്തി അങ്ങനെയൊക്കെ. അപ്പോൾ അതിനകത്ത് വേറൊരു സംഭവമുണ്ട്, ഇത് നോക്കിക്കോണേ. തള്ളുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മീഡിയക്കാർ ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ആരും പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ പലരും വേണ്ട നിൽക്ക്, ഈ പയ്യൻ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് ആരോടോ. അവനും അത് പറയുന്നുണ്ട്. പിന്നെ ആറാട്ടന് മാപ്പ് ചോദിക്കുന്ന സീൻ വന്നപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനൊരു കണ്ടൻറ്റ് ചെയ്യാം. കണ്ടോ അയാളൊക്കെ കണ്ടോ, വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട്. നടുക്കൊരാൾ പോയത് കണ്ടോ. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ട് അവിടെ. അവരറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അതായത് ആറാട്ടൻ അറിഞ്ഞിട്ടില്ല, പക്ഷേ മീഡിയയിലുള്ളവരും ആ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരോട് അവൻ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ പോയി വഴക്കുണ്ടാക്കാം എന്ന രീതിയിൽ. ഇത് കണ്ടോണം, അതൊരു സീൻ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ സീൻ ശ്രദ്ധിച്ചോണം. എല്ലാ ക്യാമറയും കൊണ്ട് ചുമ്മാ ആൾക്കാർ ചുറ്റും നിൽക്കുക, എല്ലാവരും കണ്ട് നിൽക്കുക. ആരും ഒന്നും ഒരു വല്ലാത്ത രീതിയിൽ ആൾക്കാരെന്താ ചുമ്മാ വായും വിളിച്ച് നിൽക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കക്ഷിയെ ശ്രദ്ധിച്ചോണം. ഒരു അടിപൊളി ഒരു പാർട്ടി ഇതിനകത്തുണ്ട്. ആരാന്ന് നോക്കിക്കോണേ. ഈ കൊച്ചു കാണിക്കുന്നുണ്ടോണം, കണ്ടോ? അവൾ മാത്രമേ കറക്റ്റായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷന് റിയാക്ഷൻ അതിങ്ങോട്ട് ഇറങ്ങി വന്നില്ല. എങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കണ്ടോ എന്ത് കാണിക്കുന്നു ചോദിച്ചാൽ അവൾ പോയി. പക്ഷെ മറ്റേ പെണ്ണൊക്കെ അവിടെ വീഡിയോ എടുക്കുവാണ്. പക്ഷെ അവൾ പോയതുണ്ടോ, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, എന്ത് കാണിക്കുന്നു ചോദിച്ചിട്ട് പോകുന്ന ഒരാളാണ് ആ കൊച്ചു. കൊള്ളാം, ഇങ്ങോട്ട് ഇറങ്ങിയൂടെ വന്നിരുന്നത് കറക്റ്റാണ്, പൊളിച്ചേനെ. അതിന് പറ്റുന്ന ഒരാളാണ്. എന്തുകൊണ്ട് വന്നില്ലെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ആറാട്ടണ്ണനെ ചുമ്മാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറിലൊക്കെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, ആരൊരുത്തിന് ഇങ്ങനെ വൈറലാകാൻ വേണ്ടി വന്നതായിരിക്കില്ല, വൈറലാകാൻ വേണ്ടി ചെയ്തതാണ്. അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവനും അതാ പറയുന്നത്, ഞാൻ വെറുതെ വൈറലാകാൻ വേണ്ടി ചെയ്തതാണെന്ന്. ഞങ്ങളിങ്ങനെ കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ വന്നിട്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, ആറട്ടണ സ്റ്റോറി ഇട്ട് ആറട്ടണമെന്ന് പറഞ്ഞാൽ കാലൊക്കെ പിടിക്കുന്നു വെറുതെ. എന്താവശ്യമാണെന്ന് നോക്കിക്കോണേ. ഇവൻ്റെയൊക്കെ പ്രശ്നം എന്തുവാ ശരിക്കും? ആറാട്ടനെ തല്ലിയിട്ട് വൈറലാവാൻ വരുന്നവനൊക്കെ എന്താ ചെയ്യണ്ടേ? പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആറാട്ടനെ എവിടെ ഇട്ട് ആര് തല്ലിയാലും ആരും തിരിഞ്ഞു പോകുന്നില്ല. കാരണം ഇതുവരെ ആരും നോക്കത്തില്ല എന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടപെടുവാണെങ്കിലും കുറച്ച് പേരെ ഇടപെടത്തുള്ളൂ. ആ കുറച്ച് പേരെയും ആറാട്ടെണ്ണം ചീത്ത വിളിക്കുകയും ചെയ്യും. അതാണ് ആറാട്ടൻ്റെ ഒരു പ്രത്യേകത. ആറാട്ടനെ നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. അയാൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരിതൊന്നും ഇല്ല. പക്ഷെ പെട്ടെന്നങ്ങ് ഇതാവും, പിന്നെയും പ്രശ്നമാവും, പലരോടും പ്രശ്നം ഉണ്ടാക്കും. ഇനി അടുത്ത ഞാൻ ഓർത്ത് ആറാട്ടെണ്ണം വള്ളി പിടിക്കുമെന്ന്. കാരണം എന്നോട് ഒരടക്കം ഉണ്ടാക്കിയാണ് കഴിഞ്ഞിടയ്ക്ക്, ഫ്ലാറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുക മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ ഇനി വേറൊരു വള്ളി പിടിക്കും. ഇപ്പോൾ എന്നെ പറഞ്ഞത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇയാൾ പോയി ഇനി വേറെ ആരെങ്കിലും പിടിച്ച് കഴിഞ്ഞാൽ അത് കേസാവും, ചിലപ്പോൾ തല്ല് കിട്ടും. മനസ്സിലായോ? അതൊന്നും ഭാഗ്യത്തിന് നടന്നില്ല. അതാണ് എൻ്റെ കുഴപ്പം.